ഹലോ ഗൈസ്, വെൽക്കം ടു KBFC ഡോഗ്സ്. നമുക്കറിയാം നമ്മുടെ സെൻറ്റർ ബാക്കായ പ്രീതം കോട്ടാൽ CFCക്ക് പോയി കഴിഞ്ഞു. അതേപോലെ അവരുടെ ടീമിൽ നിന്ന് ബികാഷ് ഷുംനറിനെ നമ്മൾ സൈൻ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം പ്രീതം കോട്ടാലിന് അത്ര ചാൻസും കിട്ടിയില്ല. അപ്പോൾ അതേപോലെ കിട്ടിയ ചാൻസിൽ നല്ലൊരു പെർഫോമൻസ് ചെയ്യാനും കോട്ടാലിന് സാധിച്ചില്ല. എന്തായാലും ഇറ്റ് വാസ് എ ഗുഡ് സൈനിങ് ഫോർ ബോത്ത് ദ ടീംസ്. എന്തായാലും പ്രീതം കോട്ടാലിന് ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അഗെയിൻസ്റ്റ് ബ്ലാസ്റ്റേഴ്സ്. പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള സമയത്ത് തന്നെ ഓയൻ കോയലിന് പ്രീതം കോട്ടാലിന് CFCയിൽ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ. സോ അതുമല്ലാതെ പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിൽ അത്ര ചാൻസും കിട്ടിയില്ല എന്നൊക്കെയാണ് പ്രീതം കോട്ടാൽ പറയുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കിട്ടിയ ചാൻസ് പ്രീതം കോട്ടാൽ യൂസ് ചെയ്തില്ല എന്നാണ്. കുറെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് പ്രീതം കോട്ടാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, നമ്മളെ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബംഗളൂരിന്റെ അഗെയിൻസ്റ്റ് പെരറഡിയസ് അടിച്ച ഫസ്റ്റ് ഗോൾ തന്നെ പ്രീതം കോട്ടാലിന്റെ ഒരാളുടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നെ അതേപോലെ അഗെയിൻസ്റ്റ് ഒഡീഷ FC ഹോം മാച്ചിൽ ആ ഒരു ബോളിനെ ശരിക്കും ഹെഡ് ചെയ്ത് ഒരു കോർണർ ആക്കായിരുന്നു. പക്ഷേ പ്രീതം കോട്ടാൽ ജസ്റ്റ് വാസ് സ്റ്റാൻഡിങ് ദ ഇൻ ഫ്രണ്ട് ആൻഡ് അതും പിന്നെ ഒരു ഗോളായി. സോ കിട്ടിയ ചാൻസ് യൂസ് ചെയ്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നല്ല ഒരു സൈനിങ് ആണ് നമുക്കും അതേപോലെ ചെന്നൈയിൻ FCക്കും ഇപ്പോൾ നടത്താൻ കഴിഞ്ഞത്. Hope Kerala Blasters do much more signings in the upcoming January transfer window as well as summer transfer window.